Hi friends, welcome to Sneha Foodilotte എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കടായി ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 കപ്പ് തേങ്ങ, ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അതേപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തരയ്ക്കുമ്പോൾ എല്ലാം 1/4 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ചെറുതായി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായി ഒന്ന് മയങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. വറുത്തരച്ച തേങ്ങ നന്നായി ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിത്തഴ, അതുപോലെ കുറച്ച് കറിവേപ്പില, വലിയ ഉള്ളി 2 എണ്ണം അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി 8 എണ്ണമാണ്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന്. ചെറുതായി ഒന്ന് മയങ്ങി വരാൻ വേണ്ടിയിട്ട് തക്കാളി ഒന്ന് മയങ്ങി വരാൻ വേണ്ടി ചെറുതായി ഒന്ന് ചേർത്ത് കൊടുക്കാം. അഞ്ച് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്തരച്ചതിൽ 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. തക്കാളി നന്നായി ഉടഞ്ഞു വന്നിരിക്കുന്നു. നന്നായി പേസ്റ്റ് റെഡിയായി ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് നന്നായി ചിക്കനിലേക്ക് സെറ്റായി വരട്ടെ. നന്നായിട്ട് ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി നമുക്ക് നോക്കാം റെഡി ആവുന്നു. വറുത്തരച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കുറച്ച് അരട്ടിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം.
പേസ്റ്റൊക്കെ ഒന്ന് സെറ്റായി എല്ലാം റെഡി ആകട്ടെ. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഇതേപോലെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ചിക്കനൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിരിക്കുകയാണ്, റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ചിരിക്കുന്ന ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.